വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേർ പരസ്പരം ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. എന്നാൽ വിവാഹത്തിനിടെ പല പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ചിലപ്പോഴൊക്കെ അത് വിവാഹം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഇവിടെ വിവാഹം മുടങ്ങുക മാത്രമല്ല ചെയ്തത്, വരന് ഒരു മുട്ടൻ പണി കിട്ടുക കൂടി ചെയ്തു. വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ വധു ഒന്ന് ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് സംഭവം നടക്കുന്നത്. ആദ്യ ഭാര്യ നഷ്ടമായതിനെ തുടർന്നാണ് കമലേഷ് കുമാർ എന്ന യുവാവ് രണ്ടാം വിവാഹത്തിനായി ഒരുങ്ങിയത്. ബരോഹിയിലെ ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകളെല്ലാം തീരുമാനിച്ചിരുന്നത്. ബ്രോക്കർക്ക് 30,000 രൂപ കമ്മീഷൻ നൽകിയാണ് കമലേഷ് വധുവിനെ കണ്ടെത്തിയതും. വിവാഹം ഉറപ്പിച്ചതോടെ യുവതിക്ക് സാരിയും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആഭരണങ്ങളും എല്ലാം കമലേഷ് കുമാർ വാങ്ങി നൽകിയിരുന്നു. ഇതെല്ലാം വളരെ സന്തോഷപൂർവ്വം തന്നെ വധുവും കൂട്ടരും സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ വിവാഹത്തിന്റെ ചിലവുകളെല്ലാം വഹിച്ചിരുന്നതും കമലേഷ് കുമാർ തന്നെയായിരുന്നു. വധുവിന് ഒരു അമ്മ മാത്രമാണ് ബന്ധുവായി ഉള്ളതെന്നും വിവാഹത്തിനും ഇവർ രണ്ടുപേരും മാത്രമേ എത്തുകയുള്ളൂവെന്നും ആദ്യമേ വധു അറിയിച്ചിരുന്നതാണ്. തുടർന്ന് വിവാഹ ദിവസം അമ്മയോടൊപ്പം വധു കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു. ശേഷം വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തനിക്ക് അത്യാവശ്യമായി ഒന്ന് ബാത്റൂമിൽ പോകണമെന്നും ഇപ്പോൾ തിരിച്ചെത്താമെന്നും പറഞ്ഞ വധു പോവുകയായിരുന്നു. എന്നാൽ ശുചിമുറിയിൽ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും വധുവിനെ കാണാതായതോടെയാണ് വരന്റെ ബന്ധുക്കൾ പോയി അന്വേഷിക്കുന്നത്. എന്നാൽ ശുചിമുറിയിൽ പോയി നോക്കിയ ബന്ധുക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറയാം. അവിടെ യുവതിയുടെ പൊടി പോലുമില്ല കാണാൻ. പിന്നീട് ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും വധുവിനെ കണ്ടെത്താനായില്ല. ഇതുകൂടാതെ വധുവിന്റെ അമ്മയെയും അവിടെ കാണാതായതോടെയാണ് വരനും കൂട്ടർക്കും സംശയം ഉടലെടുക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരും പണവും ആഭരണങ്ങളുമായി മുങ്ങിയതായി മനസ്സിലാകുന്നത്. തുടർന്ന് വരനും കൂട്ടരും ഇവരെ കണ്ടെത്താനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. എന്നാൽ സംഭവത്തിൽ ഇതുവരെ തങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പരാതി ലഭിച്ച ശേഷം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. രണ്ടാം വിവാഹത്തിലൂടെ പുതിയൊരു കുടുംബം കെട്ടിപ്പടുക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും എന്നാൽ ഈ ഒരു സംഭവത്തോടുകൂടി തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നുമാണ് വരനായ കമലേഷ് കുമാർ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.